ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. റൂം ഇതാ ഇങ്ങനെയാണ് വരുന്നത്. റൂമിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഇടാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. അത്ര തിരക്കായിരുന്നു. അതും ടൗണിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത്, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മൂന്നാറിൽ തന്നെയുള്ള റോസ് ഗാർഡനിലാണ് പോയത്. റോഡ് സൈഡിൽ തന്നെയാണ്, ടൗണിൻ്റെ അടുത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഓരോ ഭാഗമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ റോസാപ്പൂവാണ് കൂടുതലുള്ളത്. അത് അപ്പുറത്തെ സൈഡിലൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെയോ പൂവാണ്. എനിക്ക് ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ചെടികളൊക്കെ വളർത്തുന്നവർക്ക് ഇതിൻ്റെ കറക്റ്റ് പേരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ചിലതിൻ്റെയൊക്കെ അവർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ചെടികളും പൂക്കളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കാണാത്ത ഒരുപാട് പൂക്കളാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. എനിക്ക് തോന്നുന്ന തണുപ്പായതുകൊണ്ട് ഇവിടെ പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവും. നല്ല കളറായിട്ടാണ് ഇവിടെ പൂത്ത് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്വർഗത്തിലെത്തിയ പോലെയൊക്കെ തോന്നും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെയുള്ള കളറുകളാണ് ഇവിടെ. പിന്നെ റോസാപ്പൂവിൻ്റെ തന്നെ ഒരുപാട് കളറുണ്ട്. ഈ നിൽക്കുന്നതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള റോസാപ്പൂവുകളാണ്. എന്തൊരു കളറാണെന്ന് നമ്മൾ കാണാത്ത കളറൊക്കെയാണ് കേട്ടോ. നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഒട്ടും ചൂടില്ല, നല്ല തണുപ്പാണ്, നല്ല തണുത്ത കാറ്റാണ്. നമ്മൾ ഒട്ടും വേർക്കുകയില്ല കേട്ടോ. നല്ല സുഖമുണ്ട് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ തേയിലത്തോട്ടങ്ങളാണ്.
പിന്നെ ഇവിടെ ചെടികളൊക്കെ സെയിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തണുപ്പ് പ്രദേശത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇത് കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം ഇത് പൂവൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. തണുപ്പാകുമ്പോൾ പൂക്കളൊക്കെ കൂടുതലുണ്ടാവുമല്ലോ. കാലാവസ്ഥ മാറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. ഇത് പിന്നെ കള്ളിച്ചെടികളുടെ വെറൈറ്റിയാണ്. ഇത് ഇഷ്ടമുള്ളവർ ഒരുപാട് ഉണ്ടാവുമല്ലോ, അതിൻ്റെ പല പല വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അവരവിടെ സെയിലും ചെയ്യുന്നുണ്ട്. 300-400 രൂപയൊക്കെയാണ് ഓരോ പീസിന് കേട്ടോ അവർ എഴുതി വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയുള്ള ഒരുവിധം ചെടികളും പൂക്കളും എല്ലാം ഞങ്ങൾ കണ്ടു. ഒരുപാട് നേരം നിന്ന് വിസ്തരിച്ചൊന്നും കാണാനുള്ള ടൈമില്ല. ഇവിടുന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് പെട്ടെന്നാണ് ഇവിടെയുള്ള ചെടികളും പൂക്കളൊക്കെ കണ്ടത്. ഇനി ഞങ്ങൾ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. നല്ല രസമുണ്ട്. ഒരുപാട് റോസ് പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഞങ്ങൾ തിരിച്ച് എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സീസൺ അല്ലെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പുറത്ത് ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അവിടെ വിൽക്കാൻ വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ആ കിളിക്കൂട് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അവർ ചെറുതിന് 100-ഉം വലുതിന് 200-ഒക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു ചെറുത് വാങ്ങിയിട്ടോ. വേറൊന്നും ഇവിടുന്ന് അങ്ങനെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ മൂന്നാർ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.